Hello students, next we have a theorem. Theorem a function f of z equal to u plus iv is analytic in a domain D if and only if v is the harmonic conjugate of u. അപ്പോൾ തിയറത്തിൽ പറയുന്നത് എഫ് അനലറ്റിക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് വി ഈസ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു എന്ന് പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഒരു യു എന്നുള്ള ഫംഗ്ഷന് ഒരു ഹാർമോണിക് കോൺജുഗേറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വെച്ച് നമ്മൾ എഴുതുന്ന എഫ് അനലറ്റിക് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് ഒരു പ്രോബ്ലം ആണ് അടുത്തത് ചെയ്തിരിക്കുന്നത്. വെരിഫൈ ദാറ്റ് ദ ഫംഗ്ഷൻ യു ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ മൈനസ് 5y ഈസ് ഹാർമോണിക് ഇൻ ദ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ. അപ്പോൾ ഹാർമോണിക് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു കാര്യം. അതുപോലെ ഫൈൻഡ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാർമോണിക് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കറിയാം ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ എന്നുള്ളത് ഈക്വൽ ടു 0 എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതുപോലെ ഹാർമോണിക് കോൺജുഗേറ്റ് ഫൈൻഡ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ പ്രീവിയസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻ അല്ല കേട്ടോ, നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് യു തന്നിട്ടുണ്ട് എക്സ് ക്യൂബ് മൈനസ് 3xy സ്ക്വയർ മൈനസ് 5y എന്നുള്ളത് തന്നിട്ടുണ്ട്. ഡോ യു ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യുക, ദറ്റ് ഈസ് 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ. ആൻഡ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഫൈൻഡ് ചെയ്യുക, അത് 6x ആണെന്ന് കിട്ടും. പിന്നെ ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കുക, അത് മൈനസ് 6xy മൈനസ് 5 എന്ന് കിട്ടും. ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ദറ്റ് ഈസ് മൈനസ് 6x എന്ന് കിട്ടും. അങ്ങനെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണെന്ന് കിട്ടും. ദെർഫോർ യു ഈസ് ഹാർമോണിക് എന്ന് കിട്ടും. ഇനി എഫ് എൻറ്റയർ ആണ്. എൻറ്റയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനലറ്റിക് എന്നാണ് കേട്ടോ മീനിങ്. ഞാൻ എൻറ്റയർ എന്ന് ജസ്റ്റ് ആ വേർഡ് പരിചയമാവാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. ഇവിടുത്തെ എൻറ്റയർ എന്ന് പറഞ്ഞാൽ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ നിന്നാണ് കേട്ടോ മീനിങ്, അതായത് മൊത്തം കോംപ്ലക്സ് പ്ലെയിനിൽ നിന്നാണ് അതിൻ്റെ മീനിങ്. ഈ എൻറ്റയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനലറ്റിക് എന്നുള്ള മീനിങ് ആണ്. ഞാനത് രണ്ടും പരിചയം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് എൻറ്റയർ എന്ന് എഴുതിയാണ്, അല്ലെങ്കിൽ അനലറ്റിക് എന്നുള്ളത് എഴുതിയാലും മതി. അപ്പോൾ എഫ് അനലറ്റിക് ആണെങ്കിൽ എഫ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? സി ആർ ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. 2-3 പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ഇതുപോലെ ചെയ്തതാണ്, എന്നാലും ഞാൻ ഒരെണ്ണം കൂടി ഇട്ടതാണ് പ്രോബ്ലം. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ യു ബൈ ഡോ വൈ is ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ. ഡോ വി ബൈ ഡോ വൈ അപ്പോൾ 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ തന്നെ കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ എന്ന് കൊടുക്കുക. അതുപോലെ ഡോ യു ബൈ ഡോ വൈ മൈനസ് 6xy മൈനസ് 5 ആണ്. അപ്പോൾ ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മൈനസ് എടുക്കേണ്ടി വരും, ഇങ്ങോട്ട് മൈനസിന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ മൈനസ് എടുക്കുമ്പോൾ നമുക്ക് 6xy പ്ലസ് 5 എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ ബി എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ എ 1 എന്നുള്ള ഇക്വേഷനായിട്ട് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഡോ വി ബൈ ഡോ വൈ is ഈക്വൽ ടു 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. പിന്നെ എന്താ ചെയ്യാറ്? ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക ആദ്യം. ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 3x സ്ക്വയർ മൈനസ് 3y സ്ക്വയർ dy എന്ന് കിട്ടും. ഇനി ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്തെടുക്കണം? എച്ച് ഓഫ് എക്സ്. ഫംഗ്ഷനിന് എക്സ് ആണ് അതിലെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരിക, അപ്പോൾ പ്ലസ് എച്ച് ഓഫ് എക്സ്. ഇത് കാൽക്കുലേഷൻ കഴിയുമ്പോൾ നമുക്ക് 3x സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ് പ്ലസ് എച്ച് ഓഫ് എക്സ് എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഇക്വേഷൻ നമ്പർ 2നെ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു 6xy പ്ലസ് എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് കിട്ടും. എച്ച് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 3യുടെയും ഇക്വേഷൻ നമ്പർ ബിയുടെയും LHSകൾ സെയിം ആണ്. അപ്പോൾ RHS ഇക്വേറ്റ് ചെയ്യിക്കുക. RHS ഇക്വേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എച്ച് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. കാരണം അവിടെ ഇക്വേഷൻ നമ്പർ ബിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 6xy പ്ലസ് 5 ആണ്. അപ്പോൾ എച്ച് ഡാഷ് ഓഫ് എക്സിൻ്റെ പോസിബിൾ വാല്യൂ അവിടെ നമുക്ക് 5 എന്നാണ് കിട്ടുക. ഇനി അതിൽ നിന്ന് നമുക്ക് എച്ച് ഓഫ് എക്സ് കിട്ടണം. എച്ച് ഓഫ് എക്സ് കിട്ടാനായിട്ട് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. അപ്പോൾ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 5dx എന്ന് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഇത് എക്സിൽ മാത്രമുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് നമ്മൾ എഴുതുമ്പോൾ സി എന്ന് എഴുതിയാൽ മതി. മറ്റിടത്ത് എക്സിലും വൈയിലും ഫംഗ്ഷൻ വരുന്നതുകൊണ്ടാണ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടുത്തെ കോൺസ്റ്റൻറ്റിനെ ഫംഗ്ഷനിന് എക്സ് എന്ന് എഴുതാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ സി എന്ന് എഴുതിയാൽ മതി. അത് ഇക്വേഷൻ നമ്പർ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വി ഈക്വൽ ടു 3x സ്ക്വയർ വൈ മൈനസ് വൈ ക്യൂബ് പ്ലസ് 5x പ്ലസ് സി എന്ന് കിട്ടും. അപ്പം അങ്ങനെ വി കിട്ടി, ഹാർമോണിക് കോൺജുഗേറ്റ് കിട്ടി. നമുക്ക് ആ ഫംഗ്ഷൻ യു പ്ലസ് ഐ വി എഴുതി നോക്കാം. യുവിൻ്റെ പ്ലേസിൽ യുവിൻ്റെ വാല്യൂ, വിയുടെ പ്ലേസിൽ വിയുടെ വാല്യൂ എഴുതിയിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷനായി.
ഇതാണ് പ്രോബ്ലം. ഓക്കെ.